ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയത്തെയും ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ദളപതി വിജയിയുടെയും സംഗീതയുടെയും വിവാഹമോചന വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യങ്ങൾ എന്താണെന്നറിയാമോ? പ്രശസ്ത ഗായിക സുചിത്ര അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ കേട്ടാൽ ഞെട്ടുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തിയിരിക്കുകയാണ്. വിജയിയുടെ രാഷ്ട്രീയ നാടകങ്ങൾ, തൃഷയുടെ രഹസ്യ ഇടപാടുകൾ, ഗാർഹിക പീഡനം, മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധം എന്നിങ്ങനെ സുചിത്ര തുറന്നടിച്ച ആ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സുചിത്രയുടെ വാക്കുകൾ അനുസരിച്ച് ഇതൊരു പുതിയ വിഷയമല്ല. കഴിഞ്ഞ 6 വർഷമായി സംഗീത വിജയുമായി വിവാഹമോചനം ആവശ്യപ്പെടുന്നുണ്ട്. ഏകദേശം 20ഓളം വക്കീൽ നോട്ടീസുകൾ സംഗീത അയച്ചിട്ടും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി വിജയ് അതിലൊപ്പിടാൻ തയ്യാറായിരുന്നില്ല. സംഗീത ഒരിക്കലും ഈ വിഷയം പബ്ലിക്കാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു അനുതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി വിജയിയുടെ പാർട്ടിയായ ടിവികെയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ ഡിവോഴ്സ് രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് എന്ന് സുചിത്ര വെളിപ്പെടുത്തുന്നു. ഇത് ഡിഎംകെയുടെ കളിയാണെന്ന് വരുത്തിത്തീർത്ത് വിജയ്ക്ക് സിമ്പതിയുണ്ടാക്കാനാണ് അവരുടെ ശ്രമം. ഇതിനായി ടിവികെ പാർട്ടിക്കാർ യൂട്യൂബർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സംഗീതയെ നേരിട്ട് ആക്രമിക്കരുത്, മറിച്ച് ഇതിന് പിന്നിൽ ഡിഎംകെ ആണെന്ന് വരുത്തിത്തീർക്കണം എന്ന് ഫോൺ കോളുകൾ വഴി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുചിത്ര ആരോപിക്കുന്നു. വിജയ് പുറത്തു കാണിക്കുന്നതുപോലെ ഒരു നല്ല മനുഷ്യനല്ല. തൃഷയുടെ പ്രേരണയാൽ വിജയ് സ്വന്തം ഭാര്യയായ സംഗീതയെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ശാരീരികമായി ഉപദ്രവിച്ചുവെന്നാണ് സുചിത്ര പറയുന്നത്. അന്ന് തൃഷ നൽകിയ പിന്തുണയിലാണ് വിജയ് വീട്ടിൽ വന്ന് സംഗീതയെ അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. അന്ന് സ്വന്തം ബാഗ് പാക്ക് ചെയ്ത് കുട്ടികളുമായി ലണ്ടനിലേക്ക് വീട് വിട്ടിറങ്ങിയതാണ് സംഗീത. വിജയ് സംഗീത ദമ്പതികളുടെ കുട്ടികൾക്ക് തൃഷയെ ഒട്ടും ഇഷ്ടമല്ല. അവർ തൃഷയെ ബിച്ച് എന്നാണ് വിളിക്കുന്നത്. സിനിമയിലേക്ക് വരാൻ താൽപ്പര്യമില്ലാത്ത കുട്ടികളെ അതിനായി നിർബന്ധിക്കുന്നത് പോലും തൃഷയുടെ ബുദ്ധിയാണ്. ലണ്ടനിൽ മക്കൾക്കൊപ്പം വളരെ സമാധാനപരവും ആരോഗ്യകരവുമായ ഒരു ജീവിതം നയിക്കുകയാണ് സംഗീത ഇപ്പോൾ. വിജയ് മാനസികമായി സ്ഥിരതയില്ലാത്ത, സ്വന്തമായി ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയാണ്. മെഗലോമേനിയാക് ഡിലൂഡഡ് എന്നാണ് സുചിത്രയുടെ പക്ഷം. അയാൾക്ക് അടിയന്തരമായി തെറാപ്പി ആവശ്യമാണെന്നും അവർ പറയുന്നു. അന്യൻ സിനിമയിലെ നായകനെപ്പോലെ പെട്ടെന്ന് സ്വഭാവം മാറുന്ന പ്രകൃതമാണ് വിജയിയുടേത്. കഞ്ചാവ് ഉപയോഗിക്കുന്ന ഗായകൻ ക്രിഷ്, സഞ്ജയ തുടങ്ങിയ സുഹൃത്തുക്കളാണ് വിജയ്ക്ക് ചുറ്റുമുള്ളതെന്നും അയാൾ എന്തുതരം മദ്യവും മരുന്നുകളുമാണ് ഉപയോഗിക്കുന്നതെന്ന് ആർക്കും അറിയില്ലെന്നും സുചിത്ര ആരോപിക്കുന്നു. ഈ വിവാദങ്ങളിലെ പ്രധാന വില്ലത്തി തൃഷയാണ്. തൃഷയെ ഒരു വിഷപ്പാമ്പ്, കൾട്ട് ലീഡർ, നിത്യാനന്ദയെപ്പോലെയുള്ള ഒരാൾ എന്നൊക്കെയാണ് സുചിത്ര വിശേഷിപ്പിക്കുന്നത്. ഒട്ടേറെ നടന്മാരുടെ ജീവിതം തകർത്ത ഒരു ഹോം റെക്കർ ആണവർ. പുരുഷന്മാരെ അമ്പലത്തിൽ കൊണ്ടുപോയി നെറ്റിയിൽ കുങ്കുമം തൊടുവിച്ചും താലി കെട്ടിച്ചും തട്ടിപ്പുകൾ നടത്താറുണ്ടത്രേ. സൽമാൻ ഖാനും ദുൽഖർ സൽമാനും മാത്രമാണ് തൃഷയുടെ വലയിൽ വീഴാതിരുന്ന 2 മാന്യന്മാർ എന്ന് സുചിത്ര പറയുന്നു. തൃഷ ഒരു ബൈസെക്ഷലാണെന്നും അവർക്ക് ഉദയനിധി സ്റ്റാലിനുമായും നടി രമ്യ കൃഷ്ണനുമായും അടുത്ത ബന്ധമുണ്ടെന്നും സുചിത്ര പറയുന്നു. രമ്യ കൃഷ്ണനുമായി തായ്ലൻഡിൽ വെച്ച് തൃഷ സോൾ സിസ്റ്റർ വിവാഹം കഴിച്ചുവെന്നും ആരോപിക്കുന്നു. ഏറ്റവും ഗുരുതരമായ ആരോപണമെന്തെന്നാൽ തൃഷ ജെഫ്രി എപ്സ്റ്റീന്റെ ഫീമെയിൽ വേർഷനാണെന്നാണ്. അവർക്ക് രഹസ്യസംഘങ്ങളുണ്ടെന്നും അവർ സെക്സ് പാർട്ടികൾ നടത്താറുണ്ടെന്നും സുചിത്ര പറയുന്നു. കൂടാതെ ഒരു സഹനടനയാക്കാൻ വേണ്ടി തൃഷ തന്നെ സ്വന്തമായി ചിത്രീകരിച്ച തന്റെ ഷവർ വീഡിയോ ലീക്ക് ചെയ്തുവെന്നും സുചിത്ര ആരോപിക്കുന്നു. ബോളിവുഡിൽ അവസരം ലഭിക്കാൻ വേണ്ടി ശരീരഭാരം കുറയ്ക്കുന്ന ഒസംപിക് എന്ന മരുന്ന് അമിതമായി ഉപയോഗിച്ച് ഇപ്പോൾ അവരുടെ മുഖം ഒരു അസ്ഥികൂടം പോലെയോ പല്ലിയെപ്പോലെയോ ആയി മാറി. വർഷങ്ങൾക്ക് മുൻപ് മിസ് ചെന്നൈ പട്ടം തൃഷയ്ക്ക് ലഭിച്ചത് അവരുടെ മാതാപിതാക്കൾ സംഘാടകർക്ക് പണം കൊടുത്തതുകൊണ്ടാണെന്നും സുചിത്ര വെളിപ്പെടുത്തുന്നു. ഇതിനിടയിൽ മറ്റൊരു ഉപകഥ കൂടിയുണ്ട്. ഗായകൻ ക്രിഷും ഭാര്യ സംഗീതയും ഡിവോഴ്സിലേക്ക് നീങ്ങുകയാണ്. ക്രിഷ് ഒരു ഗോൾഡ് ഡിഗറാണെന്നും അയാൾ വിജയിയുടെ അടുത്ത സുഹൃത്തായി മാറിയെന്നും സുചിത്ര പറയുന്നു. ഇപ്പോൾ വിജയിയുടെ ഭാര്യ സംഗീത സീനിൽ ഇല്ലാത്തതിനാൽ ക്രിഷിന്റെ ഭാര്യ സംഗീത വിജയിയെ നോട്ടമിടുകയും ഒരു പേഴ്സണൽ കൗൺസിലർ എന്ന രീതിയിൽ വിജയിയുടെ ജീവിതത്തിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സുചിത്ര ആരോപിക്കുന്നു. വിജയ് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി ഡിഎംകെയുമായും ബിജെപിയുമായും ഒരേ സമയം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെ വളരെ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയും സുചിത്ര സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ നിന്ന് കാലാവധി കഴിഞ്ഞ വൈറ്റമിനുകളുടെ രൂപത്തിൽ കൊക്കെയ്ൻ പോലുള്ള ലഹരിമരുന്നുകൾ ഗോവ മോഡലിൽ തമിഴ്നാട്ടിലെ തീരദേശങ്ങൾ വഴി കടത്താൻ ഉദയനിധി സ്റ്റാലിൻ നരേന്ദ്രമോദിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും ഈ മാഫിയകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും
സുചിത്ര ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ നേതാവിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം. വോട്ടിനുവേണ്ടി സ്വന്തം ഭാര്യയെയും കുടുംബപ്രശ്നങ്ങളെയും കരുവാക്കി ഉപയോഗിക്കുന്ന ഒരാളാണ് വിജയ്. വിജയ് പോലെയുള്ള നേതാക്കളുടെ അടിവസ്ത്രത്തിൽ വരെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വോട്ടർമാർ ചോദ്യം ചെയ്യണമെന്ന് സുചിത്ര മുന്നറിയിപ്പ് നൽകുന്നു. ഗൈസ്, ഇതൊക്കെയാണ് ഗായിക സുചിത്ര തന്റെ ഏറ്റവും പുതിയ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. ഒരു സിനിമാക്കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുചിത്രയുടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.